ഇന്ത്യാ മുന്നണിയെ ഒന്നിപ്പിച്ചു നിർത്തുകയെന്നത് കോൺഗ്രസിനു തന്നെ പാരയായി മാറുകയാണ്. ദേശീയകക്ഷിയെന്ന നിലയിൽ കോൺഗ്രസിനു ദേശീയ കാഴ്ചപ്പാടു പ്രകടിപ്പിക്കാതിരിക്കാനാവില്ല. എന്നാൽ കൂടെ നിൽക്കുന്ന പ്രാദേശിക പാർട്ടികളുടെ തീർത്തും പ്രാദേശികമായ നിലപാടുകളെ തള്ളിപ്പറയാനാവുന്നതുമില്ല. അതിനാൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യാ മുന്നണിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കക്ഷികൾ അതിവേഗം അകലുകയാണ്. ഓരോ വിഷയത്തിലും ഇരുവള്ളത്തിലും കാലുറപ്പിച്ചു മുന്നോട്ടു പോവുകയെന്നതു മാത്രമാണ് കോൺഗ്രസിന് ചെയ്യാനാവുക. എന്നാൽ എത്രനാൾ ഇങ്ങനെ പോകാനാവുമെന്നതാണ് കണ്ടറിയേണ്ടത്. ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഉയർത്തുന്ന പ്രശ്നങ്ങളാണ് പാർട്ടിയെ വലയ്ക്കുന്നത്. പിൻവാതിലിലൂടെ കേന്ദ്രം തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് സ്റ്റാലിൻ പറയുന്നത്. സ്റ്റാലിൻ പറയുന്നതിനെ കോൺഗ്രസ് എതിർക്കുന്നില്ലെങ്കിലും ഹിന്ദിക്കെതിരെ പരസ്യമായ പൊതുനിലപാടെടുക്കാൻ പാർട്ടിക്കാവില്ല. 6-7 മാസം കഴിഞ്ഞാൽ ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. അടുത്ത വർഷം അസമിലും ബംഗാളിലും തെരഞ്ഞെടുപ്പുണ്ട്. കോൺഗ്രസോ സഖ്യകക്ഷിയായ ആർ.ജെ.ഡിയോ ഹിന്ദിക്കെതിരായ നിലപാട് സ്വീകരിച്ചാൽ ബീഹാറിൽ അതു തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. കോൺഗ്രസിനു ഒരു പാളിച്ചയുണ്ടാകുന്നതു കാണാൻ കാത്തിരിക്കുന്ന ബി.ജെ.പിക്കു കോൺഗ്രസിനെ അടിക്കാൻ നല്ലൊരു വടി കൊടുക്കുന്നതിനു തുല്യമായിരിക്കും അത്. സോപാധികമായാണെങ്കിലും ഹിന്ദിക്കെതിരായ നിലപാട് സ്വീകരിച്ചാൽ ഉത്തരേന്ത്യയിൽ അത് കോൺഗ്രസിനു ദോഷമാകും. അനുകൂലിച്ചില്ലെങ്കിൽ തമിഴ്നാട്ടിലും പ്രശ്നമാകും. ഇന്ത്യയുടെ ഭാഷാവൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ കോൺഗ്രസ് സർക്കാരാണ് ത്രിഭാഷാ പദ്ധതി കൊണ്ടുവന്നത്. എന്നാൽ തമിഴ്നാട്ടിൽ കോൺഗ്രസിനു ജീവശ്വാസം നൽകുന്നത് ഡി.എം.കെയാണ്. ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർവിഭജനം സംബന്ധിച്ചു സ്റ്റാലിൻ ഉന്നയിക്കുന്ന എതിർപ്പാണ് മറ്റൊന്ന്. ജനസംഖ്യാടിസ്ഥാനത്തിൽ തുടർന്നും വിഭജനം നടത്തുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കു പ്രാതിനിധ്യം കുറയുമെന്നാണ് സ്റ്റാലിൻ ചൂണ്ടിക്കാട്ടുന്നത്. കുടുംബാസൂത്രണ പദ്ധതികൾ വിജയകരമായി നടപ്പാക്കിയ കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്നതിന് സമാനമാണിതെന്നു സ്റ്റാലിൻ പറയുന്നതിനെ ആരും എതിർക്കുന്നില്ല. എന്നാൽ ജനസംഖ്യ കൂടുതലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇതു നേട്ടമാകും. കാരണം യു.പി., ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം കൂടും. മണ്ഡലങ്ങൾ കൂടുന്നതിനെ എതിർത്താൽ അവിടെ കോൺഗ്രസ് പ്രതിസ്ഥാനത്താകും. ഉത്തരേന്ത്യയിൽ നഷ്ടമായ അടിത്തറ വീണ്ടെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോഴാണ് ഹിന്ദിയും ഡീലിമിറ്റേഷനും കൂടി വന്ന് അതിനു വിലങ്ങുതടിയാകുന്നത്. കോൺഗ്രസിനു കൂടുതൽ എംപിമാരുള്ള ദക്ഷിണേന്ത്യയെ തള്ളിപ്പറയാനുമാവില്ല. ഇതെല്ലാം ഉത്തരേന്ത്യ ദക്ഷിണേന്ത്യാ തർക്കമായി മാറിയാൽ അത് കോൺഗ്രസിനെപ്പോലൊരു ദേശീയ പാർട്ടിക്കാണ് ക്ഷീണമാകുന്നത്, പ്രാദേശിക പാർട്ടികൾക്കു ഗുണവും. ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നതിനായി മാർച്ച് 22-ന് ചെന്നൈയിൽ ഡി.എം.കെ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിലേക്ക് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകം, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും സ്റ്റാലിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും ഹൈക്കമാൻഡ് അനുവദിക്കാതെ സമ്മേളനത്തിനില്ലെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ലോക്സഭയിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കൽ ചർച്ചയിൽ ഡി.എം.കെയ്ക്കു വീറോടുകൂടിയുള്ള പിന്തുണയുമായി കോൺഗ്രസ് എത്തിയില്ല. സ്റ്റാലിനോട് വിയോജിപ്പില്ലെങ്കിലും ഇതിൽ തലവച്ചുകൊടുത്താൽ പാർട്ടിക്കു ദോഷം വരുമെന്ന് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ ഉപദേശിക്കുന്നു. ഹിന്ദിക്കെതിരെ സമാജ്വാദി പാർട്ടിയും ആർ.ജെ.ഡിയും പ്രതിഷേധത്തിനു ഇറങ്ങില്ലെന്നതിനാൽ കോൺഗ്രസും മടിച്ചുമടിച്ചാണ് ഡി.എം.കെയോട് സഹകരിക്കുന്നത്. അതുപോലെ തന്നെ മതേതരത്വവും മൃദുഹിന്ദുത്വവും ഒന്നിച്ചുകൊണ്ടുപോകാനാവാതെയും കോൺഗ്രസ് വിഷമിക്കുകയാണ്. മതേതരത്വം പറഞ്ഞാൽ ഹിന്ദു വോട്ടും മൃദുഹിന്ദുത്വം പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടും കിട്ടാതെ പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ. അതുപോലെയാണ് സവർക്കർ വിഷയം. മഹാരാഷ്ട്ര സംസ്കാരത്തിന്റെ ഭാഗമാണ് സവർക്കറും ശിവജിയും. സവർക്കറെയും ശിവജിയെയും പ്രതീകങ്ങളാക്കിയാണ് ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയുടെ രാഷ്ട്രീയം പോകുന്നത്. അതിനാൽ സവർക്കറെ നിരന്തരം വിമർശിക്കുന്ന രാഹുലിനോട് എത്രകാലം ശിവസേനയ്ക്കു പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുമെന്ന് ഉറപ്പില്ല. ശിവജിയോട് യുദ്ധം ചെയ്ത് ഔറംഗസേബിനെ പുകഴ്ത്തുന്ന സമാജ്വാദി പാർട്ടിയെയും കൂടെ കൊണ്ടുപോകേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട്. ഇന്ത്യാ മുന്നണിയിലെ സഖ്യകക്ഷികളും അതിനെ നയിക്കുന്ന കോൺഗ്രസും തമ്മിൽ അകലുന്നതിനിങ്ങനെ അനേകം കാരണങ്ങളുണ്ട്. കോൺഗ്രസ് കൂടുതലും ദേശീയ വിഷയങ്ങളിൽ ഊന്നി നിൽക്കുമ്പോൾ പ്രാദേശിക പാർട്ടികൾക്ക് അവരവരുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് പ്രധാനമെന്നതാണ്. എന്തായാലും ബി.ജെ.പിക്ക് ഒറ്റയ്ക്കു ഭൂരിപക്ഷം നൽകാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് പിടിച്ച് ആഹ്ലാദിച്ച കോൺഗ്രസിന് ഇന്ന് അതുപോലെ സന്തോഷിക്കാനാവുന്നില്ല.